Min epoku hala valiydi han ana. Ben çoğun severlik ötküzüptüm ben. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ സിനിമകളുടെ വിദേശ ഡബിങ്ങുകളെ പറ്റിയാണ്. നമ്മൾ നോർമലി കാണുന്നത് വിദേശ സിനിമകളുടെ ഇന്ത്യൻ ഡബിംഗ് ആണ്. നമ്മൾ പല ഹോളിവുഡ് സിനിമകളും മലയാളം, തമിഴ്, ഹിന്ദി അങ്ങനെ പല ഭാഷകളിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ സിനിമകളും ഇങ്ങനെ വിദേശത്ത് പല പല ഭാഷകളിൽ ഡബ് ചെയ്യുന്നു. നമുക്ക് എല്ലാം നോക്കാം. ഏതാണ് മികച്ച ഡബിംഗ് എന്നുള്ളത് ഉറപ്പായും കമ്പി ലിസ്റ്റിലാക്കിയത് 3 Idiots എന്ന സിനിമയാണ്. 2009 ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത്. 55 കോടി ബഡ്ജറ്റിൽ 350 കോടി കളക്ഷൻ നേടിയ സിനിമയാണ്. ഈ ഒരു സിനിമ റിലീസായ ടൈമിൽ സോഷ്യൽ മീഡിയസിലൂടെ ലീക്കായിരുന്നു. ഈ ഒരു സിനിമ ഓൾറെഡി ആ ഒരു ടൈമിൽ ഇന്ത്യയിൽ വലിയ രീതിയിൽ ഹിറ്റായിരുന്നു. അങ്ങനെ വൈറലായി നിൽക്കുന്ന സിനിമ റിലീസിംഗ് ടൈമിൽ തന്നെ ലീക്കായപ്പോൾ അത് വലിയൊരു സംഭവമായി. അങ്ങനെ ന്യൂസ് എല്ലാം വന്നപ്പോൾ കുറച്ച് ചൈനക്കാർ ഇത് ഡൗൺലോഡ് ചെയ്തു. ചൈനീസ് വെബ്സൈറ്റുകളിൽ സബ് ടൈറ്റിൽസ് വെച്ച് ഈ ഒരു സിനിമയുടെ പ്രിന്റ് ലീക്കാക്കിയത്. മാത്രവുമല്ല, ആ ഒരു ടൈമിൽ ചൈനയിൽ ബോളിവുഡ് സിനിമകളുടെ DVD-കൾ ഇല്ലീഗലായി വിൽക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. വളരെ ചീപ്പ് റേറ്റിന് ചൈനീസ് മാർക്കറ്റിൽ വിൽക്കും. അങ്ങനെ കുറച്ച് ചൈനക്കാർ ഈ ഒരു പടം സബ് ടൈറ്റിൽ വെച്ച് കണ്ടു. അവർക്കത് വലിയ രീതിയിൽ ഇഷ്ടമായി. പടം കണ്ട ചൈനക്കാരല്ല, അന്നത്തെ യൂത്ത് സ്റ്റുഡൻസ് ആയിരുന്നു. അവർക്കിത് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നി. അങ്ങനെ പടം കണ്ടവരല്ല ഫ്രണ്ട്സിന് ഷെയർ ചെയ്തു, ഫാമിലിക്ക് ഷെയർ ചെയ്തു. അങ്ങനെ പതുക്കെ പതുക്കെ ചൈന മൊത്തം ഇത് വൈറലായി. ചൈനീസ് പ്രസിഡന്റ് വരെ ഈ ഒരു സിനിമ കണ്ടു. അവർക്കെല്ലാം ഈ ഒരു സിനിമ വളരെ ഇഷ്ടമായി. ഈ ഒരു സിനിമ വളരെ മികച്ചൊരു സിനിമയാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് ആമിർ ഖാൻ ചൈന മൊത്തം ഫേമസ് ആയത്. അങ്ങനെ ചൈനയിൽ ആമിർ ഖാന് വലിയൊരു ഫാൻ ബേസ് വന്നു. ചൈനയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരേ ഒരു ഇന്ത്യൻ നടൻ ആമിർ ഖാനാണ്. ദംഗൽ സിനിമ ഇന്ത്യയേക്കാൾ കൂടുതൽ കളക്ഷൻ ചൈനയിൽ നിന്ന് നേടി. ടോട്ടൽ 2000 കോടിക്കടുത്ത് കളക്ഷൻ നേടി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ അത് ഇന്നും ദംഗലാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു സിനിമ ചൈനക്കാർ കണ്ടത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വെച്ചാൽ. എന്നാൽ ഈ ഒരു സിനിമ പിന്നീട് 2011 ചൈനയിലും ജപ്പാനിലും ഡബ് ചെയ്ത് ഒഫീഷ്യലായി തിയേറ്ററിൽ ഇറക്കി. അതും ചൈനയിൽ വലിയൊരു സംഭവമായിരുന്നു. ജപ്പാനിലും ഹിറ്റായിരുന്നു. മാത്രവുമല്ല, ആ ഒരു വർഷത്തെ ജപ്പാൻ അക്കാഡമി അവാർഡ് കിട്ടി. നമുക്ക് ഈ ഒരു സിനിമയുടെ ചൈനീസ് ഡബിംഗ് നിലവിൽ അവൈലബിൾ അല്ല. ജപ്പാൻ ഡബിംഗ് നോക്കാം. നമുക്ക് എന്നും ഇഷ്ടം യഥാർത്ഥ ഒറിജിനൽ ഡബിംഗ് തന്നെയാണ്. ഏറ്റവും മികച്ചത് ഒറിജിനൽ ഡബിംഗ് ആണെങ്കിലും ജപ്പാൻ ഡബിംഗും സൂപ്പറായിരുന്നു. ലോക്ക്ഡൌൺ ടൈമിൽ ആമസോൺ പ്രൈമിലൂടെ വേൾഡ് വൈഡായി ഈ ഒരു സിനിമ ആളുകളെല്ലാം കണ്ടിരുന്നു. ആ ഒരു ടൈമിൽ ആമസോൺ പ്രൈമിലൂടെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമ അടുത്തത് പുഷ്പ സിനിമയാണ്. പുഷ്പ സിനിമ ചൈനീസ് ഡബിംഗ് ചെയ്തില്ല, ജപ്പാൻ ഡബിംഗും ചെയ്തില്ല. ഒരു വെറൈറ്റിക്ക് വേണ്ടി റഷ്യൻ ഡബിംഗ് ചെയ്ത് പുറത്തിറക്കി. പുഷ്പ റഷ്യയിൽ വലിയൊരു ബോംബായിരുന്നു. പുഷ്പയുടെ ഈ ഒരു ഫൈറ്റ് സീൻ ട്വിറ്ററിലൂടെ അമേരിക്കക്കാർ കണ്ടിരുന്നു. വലിയ രീതിയിൽ വൈറലായി. അവരെല്ലാം നല്ല പോസിറ്റീവ് കമന്റ് ചെയ്തു. അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫൈറ്റ് സീൻ അവരുടെ കരിയറിൽ കണ്ടിട്ടില്ല. മാർവൽ സിനിമാസ് എല്ലാം ഈ ഒരു ഫൈറ്റ് സീൻ കണ്ടുപഠിക്കണം, അത്രയും ക്രിയേറ്റീവാണ്. അങ്ങനെയുള്ള പല പല കമന്റുകൾ. നമ്മൾ വിചാരിക്കും ഇവർ പുഷ്പയെ കളിയാക്കിയതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അവർ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. അവർ കരുതിയത് ഇതൊരു ലോ ബഡ്ജറ്റ് സൂപ്പർ ഹീറോ സിനിമയാണെന്നാണ്. ഇത് തെലുങ്കന്മാരുടെ ഒരു നോർമൽ ഫൈറ്റ് സീനാണെന്ന് അവർക്കറിയില്ല. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഫോൺ വലിച്ചെറിഞ്ഞു കളഞ്ഞാൽ. അപ്പോൾ നമുക്ക് പുഷ്പ സിനിമയുടെ റഷ്യൻ ഡബിംഗ് നോക്കാം. പുഷ്പ സിനിമയുടെ റഷ്യൻ ഡബിംഗ് അത്യാവശ്യം മികച്ചു തന്നെയാണ്. അടുത്തത് RRR സിനിമയാണ്. നമുക്കറിയാം RRR സിനിമ ഇന്ത്യക്ക് അകത്തും പുറത്തും വലിയ രീതിയിൽ ഫേമസ് ആയി. ഈ ഒരു സിനിമയുടെ പകുതി ബഡ്ജറ്റ് ഫോറിൻ കൺട്രീസിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മുഴുവനായി യൂസ് ചെയ്തു. അത് സക്സസ് ആവുകയും ചെയ്തു. അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളെല്ലാവരും ഒഡിയൻ സിനിമ കണ്ടിട്ടുണ്ട്. ഒഡിയൻ സിനിമയിൽ നിന്ന് ആളുകൾ കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ സിനിമയ്ക്ക് ഒരു ആവറേജ് റെസ്പോൺസ് ആയിരുന്നു. നമ്മളെല്ലാവരും കോമിക് ബുക്ക് വായിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് കേരളത്തിൽ ആദ്യമായി യഥാർത്ഥ ഒഡിയൻ സ്റ്റോറീസിൽ നിന്ന് ഇൻസ്പയർ ആയി നിർമ്മിച്ച ഹൊറർ കോമിക് ബുക്കാണ് ഒഡിയൻ ഈ ബുക്ക്. ഇതിലെ ഒരു സീൻ പോലും ലാഗില്ല. ഇത് വായിച്ചാൽ നിങ്ങൾക്ക് ഒരു സിനിമ കണ്ട ഫീൽ കിട്ടും. അത് ശരിയാണ്, അടിപൊളി സംഭവം തന്നെയാണ്. ഞാനും ഇത് വായിച്ചിരുന്നു. ഇതിലെ ഒരു സീൻ പറഞ്ഞാൽ ഒരു കള്ളൻ മോഷണത്തിന് ശേഷം തെങ്ങിൽ കയറി ഒളിച്ചിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ താഴെ നിന്ന് പല ശബ്ദങ്ങൾ കേൾക്കുന്നു. ഒരു മന്ത്രവാദി താഴെ ഇരുന്ന് പല രഹസ്യ മന്ത്രങ്ങൾ ചൊല്ലി ഒരു തൈലം എടുത്തു പരട്ടി. ആളൊരു ഭീകര പോത്തായി മാറി. പിന്നീട് കള്ളൻ ഇറങ്ങി വരുന്നു. കള്ളനാ കേട്ടുപഠിച്ച മന്ത്രങ്ങളെല്ലാം ചൊല്ലി കള്ളനും അത് പരട്ടി. അങ്ങനെ കള്ളനും ഒരു പോത്തായി മാറി. പെട്ടെന്ന് ഇനി എങ്ങനെ മനുഷ്യനാകുമെന്ന് കള്ളൻ ചിന്തിക്കുന്നു. അങ്ങനെ തുടങ്ങുന്നൊരു കഥയാണ്. ഒരു മാസ് വില്ലൻ ഒടിയനും ഒരു നല്ല ഒടിയൻ. ഒടിയൻ ഈ ബുക്ക് വേണ്ടവർ താഴെ കാണുന്ന ലിങ്കിൽ കയറുക. അപ്പോൾ കോസ്മോ ഫീഡിന്റെ സൈറ്റ് വരും. ശേഷം ഇമെയിൽ കൊടുത്താൽ അതിലേക്ക് ഒരു OTP വരും. ശേഷം ആ ഒരു OTP കൊടുത്ത്
ഫ്ലിപ്കാർട്ടിൽ കയറുന്നത് പോലെ കയറാം. ശേഷം ഇഷ്ടമുള്ള പേയ്മെന്റ് മെത്തേഡ് കൊടുത്ത് ഈസിയായി മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാം. അതും 155 പേജ് വരുന്ന ബുക്ക് 20 രൂപയ്ക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പബ്ലിഷറിന്റെ ഇൻസ്റ്റ ID കൊടുത്തിട്ടുണ്ട്, നേരിട്ട് ആളോട് ചോദിക്കുക. നോർമലി നമ്മുടെ ഇന്ത്യൻ പടങ്ങൾ കാണുന്നത് ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, ഭൂട്ടാൻ, ശ്രീലങ്ക ഇത്തരം കൺട്രീസ് ആണ്. എന്നാൽ ഈ ഒരു സിനിമ യൂറോപ്യൻ കൺട്രീസിലും ഫേമസ് ആയി. ഏഷ്യൻ കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും ഒരുപോലെ ഫേമസ് ആയ ഒരു പടമായിരുന്നു നമ്മുടെ RRR സിനിമ. അമേരിക്ക, ജപ്പാൻ, ചൈന ഇവിടെ എല്ലാം വൈറലായി. അമേരിക്കയിലെ ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. അമേരിക്കക്കാരും തന്നെ ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. ഇതിനേക്കാൾ 10 ഇരട്ടി ഗ്രാഫിക്സ് ഉള്ള സ്റ്റോറിയുള്ള സിനിമകൾ ഹോളിവുഡിലുണ്ടെങ്കിലും ആ ഒരു വർഷം അധികം അങ്ങനെ ഇറങ്ങിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സിനിമ വന്നത്. ഈ ഒരു സിനിമ അവരെ ഇമോഷണലി കണക്ട് ആക്കിയെന്നും ഒരു പ്രത്യേക ഫീൽ നൽകിയെന്നും അമേരിക്കക്കാർ പറയും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സിനിമയെ ഇമോഷണലി കണക്ട് ആക്കാൻ രാജമൗലിക്ക് നല്ലൊരു കഴിവുണ്ട്. പിന്നെ സിനിമയുടെ മ്യൂസിക് നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല. രാജമൗലിയുടെ സിനിമയ്ക്കൊപ്പം തന്നെ പിടിച്ചിരിക്കുന്നതാണ് MM കീരവാണിയുടെ മ്യൂസിക്. RRRന്റെ മ്യൂസിക് വേൾഡ് വൈഡായി വൈറലായതാണ്. നമുക്കറിയാം, കീരവാണി ഗോൾഡൻ ഗ്ലോബ് നേടി, ഓസ്കാർ വരെ നേടി. വളരെ പവർഫുൾ മ്യൂസിക് ആണ്. രാജമൗലി സിനിമകളിൽ മാസ് മ്യൂസിക് ആണെങ്കിലും ഇനി അഥവാ ഒരു ഇമോഷണൽ ഫീൽ നൽകുന്ന മ്യൂസിക് ആണെങ്കിലും രണ്ടിലും കീരവാണി എക്സ്പേർട്ടാണ്. ഈ ഒരു സിനിമ ചൈനയിൽ ഡയറക്റ്റ് റിലീസ് ചെയ്തില്ല. അവിടെ ചൈനീസ് ഡബിങ് ചെയ്ത് OTT വഴി പുറത്തിറക്കിയതാണ്. എന്നാൽ ബാഹുബലി 2 സിനിമയ്ക്ക് ചൈനയിൽ റിലീസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 80 കോടി കളക്ഷൻ നേടി. രാജമൗലി ചൈനയ്ക്ക് പകരം ഇത്തവണ ജപ്പാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സിനിമ അവിടെ വലിയ രീതിയിൽ ഹിറ്റായി. 100 കോടി കളക്ഷൻ നേടി. അവിടുത്തെ ഒരു തിയേറ്ററിന് 200 ദിവസം ഓടി. അപ്പോൾ നമുക്ക് ജപ്പാൻ ഡബിങ് ഒന്ന് കേൾക്കാം. ജപ്പാൻ ഡബിങ് മികച്ചൊരു ഡബിങ് തന്നെയായിരുന്നു. ഈ ഒരു സിനിമ വേൾഡ് ഫേമസ് ഡയറക്ടേഴ്സ് കണ്ടിരുന്നു, ഫേമസ് നടന്മാർ കണ്ടിരുന്നു. ഇവരെല്ലാം തന്നെ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് പറഞ്ഞതാണ്. രാജമൗലിയുടെ ഇനി വരാൻ പോകുന്ന സിനിമ വലിയൊരു ബഡ്ജറ്റിൽ പല ഭാഷകളിൽ ഡബ് ചെയ്ത് പല രാജ്യങ്ങളിൽ ഇറക്കുന്നുണ്ട്. ഒരു പാൻ വേൾഡ് സിനിമയാണ്. അടുത്തത് നമ്മുടെ ബാഹുബലി സിനിമയാണ്. നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല. ആ ഒരു ടൈമിൽ യഥാർത്ഥ പാൻ ഇന്ത്യൻ എന്താണെന്ന് കാണിച്ചു തന്ന ഒരു സിനിമയായിരുന്നു നമ്മുടെ ബാഹുബലി സിനിമ. ബാഹുബലി സിനിമ ചൈനയിലും ജപ്പാനിലും റഷ്യയിലും ഇറക്കിയിരുന്നു. ബാഹുബലി ചൈനയിൽ നിന്ന് 80 കോടി കളക്ഷൻ നേടി. ജപ്പാനിൽ നിന്ന് 12 കോടി കളക്ഷൻ നേടി. ജപ്പാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ സിനിമയായിരുന്നു ബാഹുബലി. ഒരു തിയേറ്ററിൽ 100 ദിവസം ഓടി. ഒന്നാമത്തെ സിനിമ 95 പുറത്തിറങ്ങിയ രജനികാന്തിന്റെ മുത്തു എന്ന സിനിമയാണ്. ഈ ഒരു സിനിമ ആ ഒരു ടൈമിൽ 400 മില്യൺ ജാപ്പനീസ് yen, ഇന്നത്തെ ഏകദേശം 22 കോടി കളക്ഷൻ നേടി. ആ ഒരു ടൈമിൽ ഇത് വലിയൊരു സംഭവമായിരുന്നു. ജപ്പാനിൽ രജനികാന്തിന് വലിയൊരു ഫാൻ ബേസ് വന്നു. അടുത്ത കാലത്ത് ജപ്പാന്റെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരു വയസ്സായ വ്യക്തി മുത്തു സിനിമയിലെ പാട്ട് പാടും. ഇത് സോഷ്യൽ മീഡിയസിൽ വലിയ രീതിയിൽ വൈറലായതാണ്. അങ്ങനെ മുത്തു സിനിമയെ പറ്റി വീണ്ടും ന്യൂസ് വന്നു. ഈ മുത്തു സിനിമ എന്തുകൊണ്ട് അവിടെ ഇത്രയും വലിയ ഹിറ്റായെന്നാൽ 90s ടൈമിൽ ജപ്പാന്റെ GDP താഴേക്ക് പോയിരുന്നു. ആളുകളെല്ലാം ജോലിയില്ലാതെ കഷ്ടപ്പെട്ടു. അങ്ങനെ വളരെ സ്ട്രെസ് അടിച്ച് ഒരു ഹോപ്പിന് വേണ്ടി ആളുകൾ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മുത്തു സിനിമ വന്നത്. മികച്ച പാട്ടുകൾ, റൊമാൻറ്റിക് സീനുകൾ, ഫയറിംഗ് ആക്ഷൻ സീനുകൾ, രജനികാന്തിന്റെ സ്റ്റേജ് സ്വാഗതം, ഇതെല്ലാം അവർക്ക് വലിയൊരു മോട്ടിവേഷൻ നൽകി. ഈ ഒരു സിനിമയുടെ സ്റ്റോറി ഒരു കോമൺ മാൻ ശുഭാപ്തി വിശ്വാസത്തോടെ ഉയർത്തെഴുന്നേറ്റ് വരുന്നതാണ്. ഇതായിരുന്നു ആ ഒരു ടൈമിൽ ജപ്പാൻ ഓഡിയൻസിന് വേണ്ടിയിരുന്നത്. അങ്ങനെ സിനിമ അവിടെ വലിയൊരു ഹിറ്റായി. അവിടെ രജനികാന്തിന് വലിയൊരു ഫാൻ ബേസ് വന്നു. ഒഡൂരി മഹാരാജ അഥവാ ഡാൻസിംഗ് മഹാരാജ എന്നാണ് ജപ്പാനിൽ രജനികാന്തിന്റെ നിക്നെയിം. ടോക്കിയോ, ഒസാക, കോബി തുടങ്ങിയ ജാപ്പനീസ് സ്ഥലങ്ങളിൽ രജനികാന്തിന് ഫാൻസ് ക്ലബ് ഉണ്ട്. ദർബാർ എന്ന സിനിമ അവിടെ നിന്ന് 10 കോടിക്കടുത്ത് കളക്ഷൻ നേടിയിരുന്നു. ജയിലർ സിനിമ റിലീസായപ്പോൾ അംബാസിഡറായ ഹിറോഷി സുസുക്കി രജനികാന്തിന്റെ സ്റ്റൈലിൽ ഡാൻസ് കളിച്ചതും സോഷ്യൽ മീഡിയസിലെല്ലാം വൈറലായിരുന്നു. നിലവിൽ ഈ 2 സിനിമയേക്കാൾ കളക്ഷൻ RRR സിനിമയ്ക്കാണ്. നമുക്ക് ആദ്യം ബാഹുബലിയുടെ ചൈന ഡബിങ് നോക്കാം. ഇനി ജപ്പാൻ ഡബിങ് നോക്കാം. ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും മികച്ചത് ഏതാണെന്ന് ഉറപ്പായി കമ്പി.